ഞാനിന്നിങ്ങനെ വരുന്ന വഴിക്ക് ഈശോ ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നണേ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചാൽ ഇതെന്താ നീ ഇപ്പോൾ എന്നോട് ഇതിങ്ങനെ പറയണേ. എനിക്ക് കേൾക്കുമ്പോഴേ ചിരിക്കും. ഞാൻ ഈ ഭാഗം ബൈബിള് വായിച്ചാൽ ഞാൻ അപ്പോൾ ഇരുന്ന് ചിരിക്കും. കേൾക്കാൻ ചെവിയുള്ളതിൻ്റെ പിന്നെ ഇങ്ങനെ എന്താ ഈശോ ഇങ്ങനെ പറയണേ. ചെവിയുള്ളവരല്ലേ അവിടെ കേൾക്കാൻ ചെന്നിരുന്നിട്ടുണ്ടാവും. പിന്നെ എന്തുകൊണ്ട് ഈശോ കേൾക്കാൻ ചെവിയുള്ള എന്ന് പറയും. പക്ഷേ എനിക്കത് മനസ്സിലായി. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെല്ലാം കേട്ടിട്ട് വിട്ടുകളയും. ദൈവം തന്ന ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഞാനിവിടെ തന്നെ നിന്നിട്ട് കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അനുഭവങ്ങളിലൂടെ. എനിക്കിങ്ങനെ ഒരു അനുഭവം കിട്ടി, അതിലൂടെ ഇങ്ങനെ കിട്ടി. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അതിലെനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് കഴിഞ്ഞൊരു സാക്ഷ്യത്തിൽ മാത്രമാണ്. ഒരു ചേച്ചി പറഞ്ഞു, സിസ്റ്റർ എണ്ണ പുരട്ടുന്ന കേട്ട് ഇപ്പം ഞാൻ പോയി എണ്ണ പുരട്ടി എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു സാക്ഷ്യപ്പെടുത്തലിന് പ്രതിഫലനം ഉണ്ടായല്ലോ. ഇതുപോലെ ഞാൻ നിങ്ങളോടും ചോദിക്കുന്നത്, നമ്മൾ കേട്ട് മറന്നു കളയുകയാണോ? അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേട്ട കാര്യങ്ങൾ നമുക്ക് ജീവിക്കാൻ പറ്റണം.